അല്ല, പ്രതിപക്ഷ നേതാവിന് അതിൻ്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ട് മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെൻറ്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വഖഫിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് ചേരുന്നതാണ്. ഷഹീദ്, ലീഗിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് CPM. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആകെ ആരോപണം ഉന്നയിക്കുന്നു വഖഫ് വിഷയത്തിൽ. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുന്നു? ലീഗിന്റെ നിലപാട് അക്കാര്യത്തിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നടക്കം PM ഇസ്ലാം നേതൃത്വം എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്? രതീഷ, ഈ വഖഫ് ബോർഡിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം 4 ഹർജികളുണ്ടായിരുന്നു. ആ ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വിധി പറയുന്ന സമയത്താണ് സർക്കാർ അഭിഭാഷകൻ ഈ ഷോൺ ജോർജിന്റെ പ്രധാനപ്പെട്ട ആവശ്യം വഖഫ് ബോർഡിൽ മുസ്ലിം ഇതരരായ 2 പേരെ ഉൾപ്പെടുത്തണം. അങ്ങനെ ഉൾപ്പെടുത്താതെയാണ് വഖഫ് ബോർഡ് രൂപീകരിച്ചത്. അത് നിയമവിരുദ്ധമാണ്, കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരാണെന്നുള്ളതായിരുന്നു. പക്ഷേ സർക്കാർ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ ഇത്തരം അതായത് ഹർജിക്കാരുടെ ഈ ആവശ്യത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇത് ഒത്തുകളിയാണെന്നും സർക്കാരും ഈ ഹർജിക്കാരനും തമ്മിലുള്ള ഒത്തുകളിയാണ്, വഖഫ് ബോർഡിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് എന്നുള്ള ആരോപണവുമായി വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസി രംഗത്ത് വന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വഖഫ് ബോർഡ് നേരിട്ട് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ KS സംസയും സമാനമായ രീതിയിൽ തന്നെ സർക്കാർ ഒത്തുകളി ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ ചുവടുപിടിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സമാനമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ 2 മുസ്ലിം ഇതരെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര വഖഫ് നിയമത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകളൊക്കെ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് സർക്കാരൊക്കെ അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായി വിധി സമ്പാദിച്ചിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ഇതരായ ആളുകൾ ഉൾപ്പെടുത്താതെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു നിയമം വിധിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഒരു നിയമപരമായ സ്റ്റെപ്പ് എടുക്കാതെ ഈ ഹർജിക്കാരുടെ ആവശ്യത്തിനൊപ്പം സർക്കാർ നിന്നു എന്നുള്ളതാണ്, സർക്കാർ അഭിഭാഷകൻ നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷവും ഈ ആരോപണം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അതിനിപ്പോൾ മുസ്ലിം ലീഗ്, പ്രത്യേകിച്ചും ഇതിന് മുസ്ലിം ലീഗ് മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. ഒന്ന്, ഈ വഖഫ് വിഷയം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് പോയിട്ടുണ്ട്, അതായത് കേന്ദ്ര നിയമത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ വഖഫിന്റെ ചുമതല വഹിക്കുന്ന മുസ്ലിം ലീഗ് മന്ത്രിയാണ് N ഷംസുദ്ദീനാണ്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ അറിവോടുകൂടി തന്നെയാണോ സർക്കാർ അഭിഭാഷകൻ ഇങ്ങനെ ഒരു നിലപാട് ഹൈക്കോടതിയിൽ എടുത്തതെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോഴാണ് PM ഇസ്ലാമിന്റെ മറുപടി, അതായത് ആ തരത്തിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിന് മുസ്ലിം ലീഗ് ഹൈക്കോടതിയിൽ അതിനുള്ള അനുമതി അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയോ നൽകിയിട്ടില്ല. ഭരണഘടനാപരമായി ഈ മുസ്ലിം അല്ലെങ്കിൽ നിയമപരമായി ഈ സംസ്ഥാനത്തെ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ള ഒരു വാദമാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ എടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ വിശദീകരണം. ആ മറുപടിയാണ് ഇപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ മറുവാദങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ആ തരത്തിലുള്ള ഈ BJP നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹർജിയിലെ ആവശ്യങ്ങൾക്ക് അതിനെ ഒബ്ജക്റ്റ് ചെയ്യാതെ സർക്കാർ അഭിഭാഷകൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നൊക്കെയാണ് ഉയരുന്ന ആരോപണങ്ങൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെതിരെയും ആരോപണം ഉയർന്നുണ്ട് പ്രതിപക്ഷ